മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് അധ്യാപകർക്ക് നേരെ കൊലവിളി. അതൊരു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പാലക്കാട് ആനക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് സംഭവം. ഇതാണ് ദൃശ്യങ്ങൾ. ഞാൻ പറയും ഇന്ന നിന്റെ ഉള്ളിൽ വെല്ലര കാലാഫിൽ വീഡിയോ കെട്ടണേ സാറിന് ഇനി എവിടെയും പുറത്ത് കിട്ടിയാ തീർക്കുനാണ് കൊന്നിട്ട് വേറെ കൊന്നിടും. നിന്റെ ഫോൺ ഉണ്ടോ? ഫോൺ ഉണ്ടോ? ഞാൻ ഇവിടെ നല്ലപോലെ ഇരിക്കുന്നു. സ്കൂളിൽ സത്യം പോകുള്ളൂ. ഞാൻ അങ്ങനെ സ്വഭാവം തേങ്ങ മാങ്ങേണ്ട കാട്ടി ഞാൻ പറയും ഇന്ന നിന്റെ ഉള്ളിൽ വെല്ലര കാലാഫിൽ വീഡിയോ കെട്ടണേ സാറിന് ഇനി എവിടെയും പുറത്ത് കിട്ടിയാ തീർക്കുനാണ് കൊന്നിട്ട് വേറെ കൊന്നിടും. നിന്റെ ഫോൺ ഉണ്ടോ? ഫോൺ ഉണ്ടോ? ഞാൻ ഇവിടെ നല്ലപോലെ പ്രസാദ് കുമാർ ഉണ്ട്. ഇത് എന്താ പറയാ, ഇതിന് പറയാൻ സത്യത്തിൽ വാക്കുകളില്ല. ഈ പയ്യന്റെ വീട്ടുകാരൊക്കെ ഇതൊക്കെ കാണുക, ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ സ്കൂളിൽ പെരുമാറുന്നതെന്ന് കാണുക, പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഇതിപ്പോ നമുക്ക് മുഖം കാണിക്കാമല്ലോ, 18 വയസ്സിൽ താഴെയാണ് മുഖം കാണിക്കാൻ പറ്റില്ല. അതൊരു ഉപകാരമായിട്ട് ഇങ്ങനെയുള്ളവർക്ക് മാറുന്നുണ്ടെന്ന് സത്യമാണ്. പ്രസാദ്, ഇത് എന്തെങ്കിലും നടപടി സ്കൂളിൽ നിന്നുണ്ടായോ? പോലീസിന്റെ ഇടപെടലുണ്ടായോ? കൊന്നിടുമെന്നൊക്കെയാണ് ഒരു സാറിനോട് പറയുന്നത് മഹാൻ. എന്താ ദിവസം 16 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനാണ്. അത് സ്കൂളിലെ അധ്യാപകനോട് സ്കൂളിൽ മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല, പക്ഷേ ഇവൻ മൊബൈൽ കൊണ്ടുവന്നപ്പോൾ അത് സ്കൂളിൽ പിടിച്ചു. സ്വാഭാവികമായിട്ട് മറ്റു കുട്ടികൾ കാണും, അവർ മറ്റ് അധ്യാപകരോട് പരാതിപ്പെടും. അങ്ങനെ പിടിച്ചപ്പോൾ തന്നെ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ ഈ പ്രധാനാധ്യാപകൻ റൂമിലേക്ക് വിളിച്ചിട്ട് വന്നാൽ അവിടെ വെച്ചാണ് ഈ കൊലവിളി നടത്തുന്നത്. സാധാരണ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടൊക്കെ നടത്തുന്ന കൊലവിളി നമ്മൾ കണ്ടിട്ടുണ്ട്, വാർത്തയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു 16 വയസ്സ് അല്ലെങ്കിൽ 17 വയസ്സുള്ള ഒരു പയ്യനാണ് അധ്യാപകർക്കെതിരെ ഒരു കൊലവിളി നടത്തുന്നതാണ്. പ്ലസ് വൺ വിദ്യാർത്ഥിയാണ്. ആനക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഈ സംഭവം. വെള്ളിയാഴ്ചയാണ് നടന്നതും അധ്യാപകർക്കെതിരെ പോലീസിൽ പരാതി ഇതുവരെ നൽകിയിട്ടില്ല. പക്ഷേ ഇന്ന് പരാതി നൽകുമെന്നാണ് പറയുന്നത്. ഈ വീഡിയോ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഒരു നടപടിയെടുക്കും. ഒരുപക്ഷെ വേറെ ഇത് പോയില്ലെങ്കിൽ പോലും അവനെ ഈ പയ്യനെ ബന്ധുക്കളെയും അവരുടെ അച്ഛനമ്മമാരെയും വിളിച്ചു വരുത്തി ഒരു ഉപദേശം കൊടുക്കാനുള്ള നടപടിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഉപദേശം പ്രസാദ്, ഇപ്പോ 10-16 വയസ്സുള്ള പയ്യനെ കൊന്നിടുമെന്നാണ് അധ്യാപകനോട് പറയുന്നത്. ഇങ്ങനെ അധ്യാപന മുമ്പിൽ ഇരുന്ന് കൈ ചൂണ്ടി സംസാരിക്കുന്നു. അത് ശരി, ഇനി സ്വാതന്ത്ര്യമാണ്, കൈ ചൂടാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടെന്നായിരിക്കും ഇപ്പോൾ ഒരു വാദം വരിക. ഓക്കെ, നമുക്കറിയാം 10-15 വയസ്സുള്ള പയ്യന്മാരാണ് ഒരു 30-കാരനെ ഒറ്റ കുത്തിന് തൃശ്ശൂരിൽ കൊന്നത്. 15 വയസ്സുള്ളവനാണ് 17-കാരനെ ചുറ്റിക്കൊണ്ട് തലക്കടിച്ചു കൊന്നത്. അപ്പോൾ ഈ 16 വയസ്സ് എന്നത് ഒരു നിഷ്കളങ്ക പ്രായമായി ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയില്ല. ഒരു കുട്ടിയാണ്, ബാലനാണെന്നൊന്നും കരുതാൻ പറ്റുന്ന സാഹചര്യമല്ല. അത്രയേറെ എല്ലാ വശങ്ങളോടും എക്സ്പോഷർ കിട്ടുന്ന കുട്ടികളാണ്. അപ്പൊ ഇത് പോലീസിൽ തന്നെ പരാതിപ്പെട്ട് അതിന്റേതായ രീതിയിൽ നടപടി എടുക്കേണ്ടതാണ്. ഇങ്ങനെ കൊല വിളിക്കുന്ന ആള് കൊല്ലില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലോ. തീർച്ചയായിട്ടും അത്തരം പല സംഭവങ്ങൾ നമ്മൾ കണ്ടത് കഴിഞ്ഞ ചിന്മയാംശ സ്കൂൾ തൃശ്ശൂരിലാണ് എൻ്റെ ഓർമ്മ. ചിന്മയാംശ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപകരെ എയർഗൺ ഉപയോഗിച്ചാണ് വെടിയുതിർത്ത സംഭവം നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഭീഷണിപ്പെടുന്നു, ആദ്യം ഭീഷണിപ്പെടുന്നു. അപ്പോൾ വളരെ കുട്ടിയല്ലേ, നിസ്സാരമാണ് നടക്കുന്നത്. പക്ഷേ സ്കൂളിൽ വന്ന് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ അതുപോലെ ഈ കുട്ടികൾ ഇത്തരം കുട്ടികൾ ഇപ്പോൾ ഈ ഒരു മാതൃകാപരമായ ശിക്ഷ കുട്ടികൾക്ക് നൽകിയില്ലെങ്കിൽ പിന്നെ ഈ കുട്ടി അവർക്കും മാത്രമേ ഇത് കാണുന്ന ഇത്രയും നടപടി ഉള്ളൂ എന്ന് കാണുമ്പോൾ ഇനി മറ്റു കുട്ടികളും ഇതുപോലെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൽ പരാതി നൽകുന്നതിനൊപ്പം